അവിസ്മരണീയമായിട്ടുള്ള ഇന്നലത്തെ മിനിഞ്ഞാന്നത്തെ പ്രഭാഷണം. അതിൽ കലഞ്ഞൂർ നടന്ന പ്രഭാഷണത്തിന് ചില ഭാഗങ്ങൾ ഞാൻ പറയുകയുണ്ടായി. ഇന്നലെ തിരുനക്കര നടന്ന പ്രഭാഷണത്തിന് ചില ഭാഗങ്ങൾ പറയുകയുണ്ടായി. കലഞ്ഞൂരിൽ ഒരു 2000-2500 പേര് പങ്കെടുത്തു. ധാരാളം ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അസാധാരണമാം വിധത്തിൽ എണ്ണത്തിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു. അവിടെ കൂടിയിരുന്നവർ പറഞ്ഞതനുസരിച്ച് സാറേ പുറകില് കസേര മുഴുവനും ഫുള്ളായി, രണ്ടാമത്തെ കസേര കൊണ്ടുവന്നു, അതും ഫുള്ളായി. അതിൻ്റെ പുറകില് 100 കണക്കിന് വ്യക്തികൾ നിൽക്കുന്നുണ്ടായിരുന്നു. ഈ നിൽക്കുന്നവരിൽ ധാരാളം വ്യക്തികൾ ഇടതുപക്ഷക്കാരാണ്. ഒരു കാലാകാലമായിട്ട് ഇടതുപക്ഷക്കാരാണ്. എന്നാണ് സാറിൻ്റെ പ്രഭാഷണം എന്നറിഞ്ഞ് ഫോൺ വിളിച്ച് ചോദിച്ചു വരുന്നവരാണ്. അവർ മുഴുവനും നിന്ന് കേൾക്കാൻ 2 മണിക്കൂർ ഒറ്റ കാലിൽ നിന്ന്, ഒറ്റ കാലിലെന്ന് വെച്ചാൽ ഒരു കാലിൽ നല്ല അർത്ഥം, കാലിൽ തന്നെ അങ്ങനെ കുത്തി നിന്ന്, ഇരിക്കാൻ സ്ഥലമില്ല, നിന്ന് കേട്ടപ്പോൾ ഈ സമൂഹം എത്ര പെട്ടെന്ന് മാറാൻ തയ്യാറാവുന്നത് എന്നുള്ളതിൽ സന്തോഷം തോന്നിയതിനേക്കാൾ ഉപരി ദുഃഖം തോന്നിയത് വേറൊരു തരത്തിലുള്ള ദുഃഖമാണ് കേട്ടോ. അല്ലാണ്ട് വേദനാജനകമായിട്ടുള്ള ദുഃഖമല്ല. കൊടുക്കേണ്ട കാര്യങ്ങൾ കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ട കാലത്ത് കൊടുത്തില്ലല്ലോ എന്നുള്ളതാണ്. കൊടുത്തിരുന്നു എങ്കിൽ എടുക്കേണ്ടതുപോലെ എടുക്കേണ്ട കാര്യങ്ങൾ എടുക്കേണ്ട സമയത്ത് എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കുമായിരുന്നു. പഠിപ്പിക്കാൻ വേണ്ടി പഠിക്കണമായിരുന്നു. പഠിപ്പിക്കാൻ വേണ്ടി പഠിപ്പിക്കണമായിരുന്നു. ജനങ്ങളെ പഠിപ്പിക്കേണ്ടത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല, പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിക്കണമായിരുന്നു. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഈ കേരളത്തിൽ ഇന്ന് ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകുമായിരുന്നില്ല. നമ്മുടെ മക്കള്, നമ്മളുടെ വീട്ടുകാർ മതപരിവർത്തനം ചെയ്യുമായിരുന്നില്ല. നമ്മളുടെ കൊച്ചു പെൺകുട്ടികൾ ലവ് ജിഹാദിൽ അടിമപ്പെടുമായിരുന്നില്ല. നമ്മുടെ മാതാപിതാക്കളോ നമ്മളുടെ ആചാര്യന്മാരോ, ഇന്നും അനവധി ആചാര്യന്മാർ വെറുതെ ആശ്രമങ്ങളിൽ കിടന്നുറങ്ങാൻ, ഇന്നും ദ്വൈതവും അദ്വൈതവും പറഞ്ഞുകൊണ്ട് വെറുതെ ശ്രീകൃഷ്ണനെ വാഴ്ത്തി പുകഴ്ത്തിക്കൊണ്ട് ശ്രീകൃഷ്ണ കീർത്തനങ്ങൾ മാത്രം ചൊല്ലിക്കൊണ്ട് ഈശ്വരനെ ഭജിച്ചാൽ മതി എന്ന് തെറ്റായിട്ട് പ്രദർശിപ്പിച്ച് ആ ഭഗവത്ഗീത പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തില് കൃഷ്ണനെ ഭജിച്ചാൽ മാത്രം പോരാ, മതിയായിരുന്നു എങ്കിൽ അർജുനനോട് കൃഷ്ണൻ യുദ്ധം ചെയ്യാൻ പറയുമായിരുന്നില്ലല്ലോ. ശ്രീകൃഷ്ണൻ തന്നെ കൗരവരെ ഇല്ലാതെയാക്കുമായിരുന്നല്ലോ. അതുകൊണ്ട് നമ്മൾ ഗീത പഠിച്ചാൽ മാത്രം പോരാ, നമ്മളത് ജീവിതത്തിൽ പകർത്തുകയും വേണം. അങ്ങനെ പകർത്തലാണ് ജീവിതത്തിന്റെ, ഹിന്ദുധർമ്മത്തിന്റെ ഭാഗം. ജ്ഞാനയോഗം ഉപയോഗിക്കുന്നത് കർമ്മയോഗത്തിനാണ്. ജ്ഞാനയോഗിയായിട്ട് ഹിമാലയത്തിൽ ചെന്ന് തപസ്സിരുന്ന് ജീവിതം ഒടുക്കാനല്ല, മറിച്ച് ആ ജ്ഞാനയോഗം സർവേ ജ്ഞാനേ പരിസമാപ്യതേ, എല്ലാം അറിവിൽ അവസാനിക്കുന്നത് കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. നോളജ് ഇല്ലാതെ എങ്ങനെ ആക്ഷൻ ഉണ്ടാവുക? ഏത് ആക്ഷന്റെയും ഏത് ആക്ടിവിറ്റീസിന്റെയും പുറകില് നോളജ് ഉണ്ടാവണം. ആ നോളജ്, ജ്ഞാനം, അപ്പുറത്തുള്ള ഭക്തി, ഇതെല്ലാം കർമ്മത്തിന് വേണ്ടിയാ. ശരിക്ക് ഈ ജീവിതത്തിൽ 10-85 വർഷം ജീവിക്കുന്ന നമ്മള് ഓരോ മിനിറ്റും അകത്തും പുറത്തും പ്രവർത്തിക്കുകയല്ലേ ചെയ്യുന്നേ? അകത്തുള്ള പ്രവർത്തനത്തിന് അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉണ്ട്. പുറത്തുള്ള പ്രവർത്തനത്തിനാണ് നമ്മൾ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ നേടുന്നത്, അല്ലെങ്കിൽ ലീഡർമാരുടെ ശിക്ഷണം നേടുന്നത്, അല്ലെങ്കിൽ സംഘടനാപരമായ പ്രവർത്തനത്തിൽ അനുഭവത്തിന്റെ അറിവ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇത് രണ്ടും ആ കലഞ്ഞൂര് ഉള്ള പ്രഭാഷണത്തില് ആയിരക്കണക്കിന് വ്യക്തികളാണ് നിന്നത്. എത്രയാ അവർ പുസ്തകങ്ങൾ പബ്ലിക്കേഷനും വാങ്ങിച്ചത് എന്നുള്ളതിനൊരു കണക്കില്ല. എത്ര കാലമായി ഞാൻ അവിടെ പ്രഭാഷണത്തിന് പോകാൻ തുടങ്ങിയിട്ട്. അതുപോലെ തിരുനക്കര 15 വർഷമായി, 14ാമത്തെ പ്രഭാഷണമാണ് അവിടെ. 14 വർഷമായി. അത് കേൾക്കാൻ ഇപ്പോഴും ആൾക്കാർ വരുന്നു, അനങ്ങാതിരിക്കുന്നു. ഒരാൾ കൂട്ടുവായി വിടുന്നില്ല, ഒരാൾ വാച്ച് നോക്കുന്നില്ല. ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ള വിഷയങ്ങളും കൂടി ചേർത്ത് മാത്രമാണ് പൈതൃകം പറയാറുള്ളത്. ആർക്കും ഞാൻ ദ്വൈതവും അദ്വൈതവും പറഞ്ഞു കൊടുക്കാറില്ല. അതറിയാത്തത് കൊണ്ടൊന്നുമല്ല. ആരോടും വേദമന്ത്രം ചൊല്ലണം എന്ന് ഞാൻ പറയാറില്ല. പക്ഷെ കാറിൽ പോകുമ്പോൾ അത് കേൾക്കണം എന്ന് പറയാറുണ്ട്. വീട്ടിലിരുന്നത് കേൾക്കണം. അതുപോലെ കമ്പ്യൂട്ടറിൽ വർക്ക് ചെയ്യുമ്പോൾ വേദമന്ത്രങ്ങൾ കേൾക്കണം എന്ന് പറയാറുണ്ട്. അവരത് ചെയ്യാറുമുണ്ട്. നമുക്ക് വേദം വേണം, നമുക്ക് എല്ലാം വേണം. പക്ഷെ എല്ലാത്തിൻ്റെയും പ്രയോഗം കർമ്മത്തിലാണ്, കർമ്മത്തിന് വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട കർമ്മം, നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള കർമ്മധർമ്മങ്ങൾ, കുടുംബപരമായിട്ടുള്ള കർമ്മധർമ്മങ്ങൾ, സമൂഹത്തിലെ കർമ്മധർമ്മങ്ങൾ, നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മധർമ്മങ്ങൾ. ഇത് ആര് വിചാരിച്ചാലും താൽക്കാലികമായിട്ടൊന്ന് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കുമെന്നല്ലാതെ പെർമനന്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്യാൻ സാധിക്കില്ല. സാധിക്കുമായിരുന്നെങ്കിൽ ഈ ബംഗാളിലും ത്രിപുരയിലും ഈ മാറ്റം വരില്ല.
USSR പൊട്ടി പാളീസായിട്ട് 17 രാജ്യങ്ങൾ 18 രാജ്യങ്ങളായി മാറിയത് ഈ മർക്കട മുഷ്ടിയില് ധാർഷ്ട്യത്തില് ഒരു രാജ്യത്തെയും പരിധിക്കപ്പുറം തൻ്റെ കുടക്കീഴിലും വെക്കാൻ സാധിക്കില്ല എന്നറിഞ്ഞതുകൊണ്ടാണ്. ഒരുപക്ഷെ ചൈനയുടെ ഭാഗികമായിട്ടുള്ള എക്സെപ്ഷൻ അവിടെ ഉണ്ടായി എന്ന് വരാം, ബാക്കി ഒരു രാജ്യത്തും അത് സാധിക്കില്ല. അപ്പൊ ഈ നമ്മുടെ പൈതൃകത്തിന്റെ, ആത്മീയതയുടെ, ഭക്തിയുടെ, ജ്ഞാനത്തിന്റെ, കർമ്മത്തിന്റെ, ധർമ്മത്തിന്റെ അത് കഴിഞ്ഞ കുറേ കാലമായിട്ട് നല്ല രീതിയിൽ കൊടുത്തിരുന്നു എങ്കിൽ ഈ ഗുരുവായൂരപ്പനെ ഭജിച്ചോളൂ, നാമം ജപിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോടൊരു ചോദ്യം ചോദിച്ചു. മഴുവഞ്ചേരിയിലെ നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ ഡിസംബർ 24, 25 തീയതികളിൽ നടന്ന ഫുൾ ഡേ എൻ്റെ പ്രഭാഷണം, രാവിലെ 6 തൊട്ട് രാത്രി 10 മണി വരെ 8 മണി വരെ നടന്ന പ്രഭാഷണത്തിൽ ഒരാൾ അഭിമാനത്തോടു കൂടി പറഞ്ഞതാണ്, ഞാൻ ഇന്ന വ്യക്തിയിൽ നിന്ന് ദീക്ഷ സ്വീകരിച്ചിട്ടുണ്ട്, 4 മണിക്കൂർ ഞാൻ നാമം ജപിക്കുന്നുണ്ട്, സാറിന്റെ അഭിപ്രായം എന്താ? ഞാൻ അയാളോട് ചോദിച്ച ചോദ്യം, നിങ്ങൾക്ക് വേറെ ഒരു പണിയില്ലേ? ഈ 4 മണിക്കൂർ നാമം ചെയ്ത് സമയം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ആ 4 മണിക്കൂർ കർമ്മനിരതനായിരുന്നെങ്കിൽ ഈ നാടിനും കുടുംബത്തിനും എത്ര പ്രയോജനപ്പെടുമായിരുന്നു? എന്നിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, നാമം ജപിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, നാമം ജപിക്കാൻ 10 മിനിറ്റ് 15 മിനിറ്റ് ദൈവദശകം ഉൾപ്പെടെ ബാക്കി നാമം ജപിച്ചുകൊണ്ടോ ദൈവദശകം ചൊല്ലിക്കൊണ്ടോ പ്രവർത്തിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ എത്ര മണിക്കൂർ വേണമെങ്കിലും നാമം ജപിക്കുക. അല്ലെങ്കിൽ നാമം ജപിക്കാൻ വേണ്ടിയിട്ട് 4 മണിക്കൂർ വേസ്റ്റ് ആക്കുന്ന വ്യക്തികൾ, അതൊക്കെ മോശമല്ലേ? എൻ്റെ ശ്രീകൃഷ്ണനും ശ്രീരാമനൊക്കെ നാമം ജപിച്ചു കഴിഞ്ഞാൽ സന്തോഷം തോന്നിയിട്ട് എല്ലാം തരുവോ? ഇതൊക്കെ നാമം ജപിക്കുന്നത് പോലും മനസ്സിനെ നിർമ്മലമാക്കാനല്ലേ? ഒരേ പേരുകൾ 10,000 പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നാൽ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമോ? വെറുതെ കോമൺ സെൻസ് ഉപയോഗിച്ച് ആലോചിച്ചാൽ പോരെ. വേറെ ചിന്തകൾ വന്ന് മനസ്സിനെ മലിനമാക്കാതിരിക്കാൻ നാമജപം, സഹസ്രനാമം എല്ലാം ഉൾപ്പെടുത്താം. പക്ഷെ പരമമായ ലക്ഷ്യം കർമ്മത്തിൽ ശ്രദ്ധ വെച്ച് ധർമ്മത്തെ സംരക്ഷിക്കലാണ്. അത് ഔദ്യോഗിക ധർമ്മത്തെ സംരക്ഷിക്കലാണ് ഓഫീസിലെ വർക്ക്, കുടുംബധർമ്മത്തെ സംരക്ഷിക്കലാണ് കുടുംബത്തിലുള്ള വർക്ക്, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കലാണ് രാഷ്ട്രധർമ്മം. അപ്പൊ എത്ര ഭംഗിയായിട്ട് നമുക്ക് നാമം ജപിക്കുന്നതോ മറ്റേത് ചെയ്യുന്നതും ഇതിനു കൂടി ചേർത്ത് ആണെങ്കിൽ, അല്ലെങ്കിൽ കർമ്മം ചെയ്യുന്ന കൂട്ടത്തിൽ ധർമ്മം സംരക്ഷിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ധർമ്മം അനുഷ്ഠിക്കാൻ എത്ര നന്നായിരിക്കും ചിന്തിച്ചു നോക്കാം.